ഈ ക്വസ്റ്റ്യൻ നോക്കാം. In the given figure, AT is a tangent to a circle centered at O. Angle CAT. Angle CAT equal to 40 degree. Then angle CBA. Angle CBA ആണ് കാണേണ്ടത്. ഈ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ കാണും? ഞാൻ ഈ ഡയഗ്രാം ഒന്നുകൂടി എൻലാർജ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആംഗിൾ ബി ആണ് വേണ്ടത്. എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സ്റ്റെപ്പുകളൊന്നും അധികം വേണ്ട, പെട്ടെന്ന് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണിത്. നമുക്കൊരു കാര്യം അറിയാം, ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ഏത് ഈ കാണുന്നത്? ഈ ആംഗിൾ 90 ഡിഗ്രി ആണല്ലോ. എന്താ കാരണം? അതിൻ്റെ കാരണം ഇതാണ്, AT ഒരു ടാൻജൻ്റ് ആണല്ലോ. OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റും സെൻറ്ററും ജോയിൻ ചെയ്തതാണ്, ശരിയല്ലേ? അപ്പോൾ അത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90, ആ 90ൽ ഇത്രയും ഭാഗം 40 ആയിപ്പോയി. 90ൽ ഇത്രയും ടോട്ടൽ 90 ഡിഗ്രിയിൽ ഇത്രയും ഭാഗം 40 ആയിപ്പോയി. അപ്പോൾ റിമൈനിങ് പാർട്ട് ഇത്രയും ഭാഗം അത് 50 ഡിഗ്രി വരണം. കാരണം അപ്പോഴല്ലേ 50 + 40 ടോട്ടൽ 90 വരുള്ളൂ. അപ്പോൾ ഈ ആംഗിൾ 50 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ടത് ആംഗിൾ ബി ആണ്. AB ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആംഗിൾ C 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി. കാരണം ABC എന്ന് പറയുമ്പോൾ അതൊരു സെമി സർക്കിളാണ്, സർക്കിളിൻ്റെ പകുതിയാണ്. ABC ഇത്രയും ഭാഗം ഒരു സെമി സർക്കിളാണ്. സെമി സർക്കിൾ എന്ന് പറഞ്ഞ ആർക്കിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അത് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. സെമി സർക്കിൾ എന്ന് പറഞ്ഞ ഒരു സർക്കിളിൻ്റെ പകുതിയുള്ള ഒരു ആർക്ക്, ഒരു സർക്കിളിൻ്റെ പകുതി വരുന്ന ഒരു ആർക്ക്, അതാണ് സെമി സർക്കിൾ. ഇത് ഡയമീറ്റർ ആയിരിക്കും. ഈ സാധനം എന്താണ്? ഡയമീറ്ററാണ്. അപ്പോൾ ഒരു സെമി സർക്കിൾ എന്ന് പറഞ്ഞ ആർക്കിനുള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആംഗിളെല്ലാം 90 ഡിഗ്രിയാണ്. ഇതെത്രയാണ്? 90 ഡിഗ്രി. എങ്ങനെ വേണമെങ്കിലും വന്നോട്ടെ, ഒരു സെമി സർക്കിൾ എന്ന് പറഞ്ഞ ആർക്കിനുള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആംഗിളുകളെല്ലാം 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ പോർഷൻ സെമി സർക്കിളാണല്ലോ. സംഭവം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ദിസ് ഈസ് ദ സെമി സർക്കിൾ. സർക്കിളിൻ്റെ പകുതിയാണ് ഇത്രയും ഭാഗം. ആ സെമി സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആംഗിളാണ് ആംഗിൾ സി. അപ്പോൾ അത് 90 ഡിഗ്രി വരണം, ശരിയല്ലേ? അപ്പോൾ ഞാൻ 90 എന്ന് എഴുതാൻ പോവാണത്. അപ്പോഴേ ആംഗിൾ ബിന് കാണാൻ ബുദ്ധിമുട്ടില്ല. കാരണം ട്രയാങ്കിൾ ABCയിൽ ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും കിട്ടി. അപ്പോൾ ഈ ആംഗിൾ കാണാൻ ബുദ്ധിമുട്ടില്ലല്ലോ. സ്റ്റെപ്പുകളൊന്നും അധികം എഴുതേണ്ട ആവശ്യമില്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഫിഗർ നോക്കാം. 50 + 90 + ആംഗിൾ ബി, അതായത് CBA ആണ് ഉദ്ദേശിച്ചത്, 180 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിൾ ABCയുടെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. 50 + 90 + ആംഗിൾ ബി 180. അപ്പോൾ ആംഗിൾ ബി എന്ത് വരും നോക്കിയേ. ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, 40 ഡിഗ്രി വരും. അപ്പോൾ ആൻസർ D ആണ്.